പത്മരാജൻ ട്രസ്റ്റും എയർ ഇന്ത്യ എക്സ്പ്രസും ചേർന്ന് 34ാമത് പത്മരാജൻ അവാർഡുകൾ വിതരണം ചെയ്തു. പുരസ്കാര ജേതാക്കൾ നടൻ മോഹൻലാലിൽ നിന്നുമാണ് അവാർഡുകൾ ഏറ്റുവാങ്ങിയത്. പ്രശസ്തിപത്രവും ക്യാഷ് അവാർഡും മൊമന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരം. തൂവാനത്തുമ്പികൾ, കരിയിലക്കാറ്റ് പോലെ, നമുക്ക് പാർക്കാൻ, മുന്തിരിത്തോപ്പുകൾ തുടങ്ങി ഒരു പിടി മികച്ച ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച സംവിധായകൻ പി. പത്മരാജൻ. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഈ സിനിമകൾ ഇന്നും മലയാളികൾക്കിടയിൽ സ്വീകരിക്കപ്പെടുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിന് കാലം കാത്തുവെച്ച ദക്ഷിണ. 1986 അദ്ദേഹം സംവിധാനം ചെയ്ത 2 ചിത്രങ്ങളിലൂടെയാണ് ഞങ്ങളുടെ സിനിമ ബന്ധം തുടങ്ങുന്നത്. ദേശാടനക്കിളി കരയാറില്ല, അതുപോലെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. വിജയകൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ ഇന്നത്തെ ചെറുപ്പക്കാർ പോലും ഗ്രഹാതുരത്വത്തോടെ കൊണ്ടാടുന്ന സാമൂഹിക മാധ്യമങ്ങളും പിൽക്കാലത്തെ ചില സിനിമകൾ പോലും ആഘോഷിച്ച തൂവാനത്തുമ്പികൾ പോലുള്ള സിനിമകൾ അതിറങ്ങിയ കാലത്തേക്കാൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുവെങ്കിൽ, സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ അതാണ് ആ മഹാപ്രതിഭയ്ക്ക് കാലം കാത്ത് സൂക്ഷിച്ച അല്ലെങ്കിൽ കാത്തുവെച്ച ദക്ഷിണ. ഒരു കലാകാരനെ സംബന്ധിച്ച് വർഷം ഇത്ര കഴിഞ്ഞിട്ടും വായിക്കുകയും കാണുകയും ആസ്വദിക്കുകയും ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിലും വലിയ ജന്മസാഫല്യം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പത്മരാജന്റെ 80ാമത് ജന്മവാർഷികത്തിന്റെ കൂടി ഭാഗമായാണ് അവാർഡ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. 34ാമത് പത്മരാജൻ പുരസ്കാരം എഴുത്തുകാരായ എസ്. ഹരീഷും പി. എസ്. റഫീഖും സംവിധായകൻ ഫാസിൽ മുഹമ്മദും നടൻ മോഹൻലാലിൽ നിന്നും ഏറ്റുവാങ്ങി. എയർ ഇന്ത്യ എക്സ്പ്രസ് ടെയിൽസ് ഓഫ് ഇന്ത്യ അവാർഡ് ഐശ്വര്യ കമലയ്ക്ക് സമ്മാനിച്ചു. ചടങ്ങിൽ പത്മരാജനൊപ്പം പ്രവർത്തിച്ച സാങ്കേതിക പ്രവർത്തകരെയും ആദരിച്ചു. നന്ദി വേണു സർ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.